രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ പിടിച്ചുകുലുക്കാൻ പോകുന്ന CPM-ന്റെ അന്തകവിത്തായി മാറാൻ പോകുന്ന പടയൊരുക്കത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അണിയറയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഇത്രയും കാലം പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ കാൽ കീഴിലായിരുന്നു കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിൽ ഇനി അത് നടക്കില്ല എന്ന കൃത്യമായ സൂചനകൾ പുറത്തേക്ക് വരികയാണ്. പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ CPM-നുള്ളിൽ ശക്തമായ പുതിയൊരു ചേരി തന്നെ രൂപം കൊണ്ടിരിക്കുന്നു. വെറുമൊരു അഭ്യൂഹമല്ല ഇത്. കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും തന്നെ, പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ നിന്നും തന്നെ ഈ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കണ്ണൂരിലെ 3 മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരേ സമയം നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത് ഒട്ടും യാദർച്ഛികമായ സംഭവമല്ല. KK രാഗേഷിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ പിണറായിക്കും ഗോവിന്ദനും നേരെയുള്ള കൃത്യമായ അമ്പുകളാണ്. ഇത് കേന്ദ്ര നേതൃത്വത്തിലെ ചില വമ്പന്മാരുടെ പച്ചക്കൊടിയോടെയാണ് നടക്കുന്നത് എന്നാണ് ഡൽഹിയിൽ നിന്നുമുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയൻ കടുത്ത വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഈ പാളയത്തിൽ പടയ്ക്ക് വഴിമരുന്നിട്ടത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ്. വിഴിഞ്ഞം പദ്ധതിയെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാൻ CPM-ലെ ഭൂരിഭാഗം നേതാക്കളും ഇപ്പോൾ തയ്യാറാകുന്നില്ല. കാരണം ഇതിനെ തള്ളിപ്പറഞ്ഞാൽ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ UDF-ന് പോകുമെന്നും വികസനത്തിന് പാർട്ടി പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷവും ഭയക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തെ പിണറായിയെയും ഗോവിന്ദനെയും ഒതുക്കാനുള്ള ആയുധമാക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. KK രാഗേഷിനെ തിരുത്താൻ KK ശൈലജയും PK ശ്രീമതിയും പരസ്യമായി രംഗത്ത് വന്നത് ഇതിന്റെ തെളിവാണ്. തൊട്ടു പിന്നാലെ EP ജയരാജനും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞു. വിമതസ്വരം ഉയർത്തിയവരോട് മൃദു സമീപനം സ്വീകരിച്ച MV ജയരാജനെ പിന്നീട് പാർട്ടി സമ്മർദ്ദത്തിലാക്കി നിലപാട് മാറ്റിച്ചുവെങ്കിലും ഉള്ളിലെ പുകച്ചിൽ അടങ്ങിയിട്ടില്ല. കണ്ണൂരിൽ നിന്നും ഉയർന്ന ഈ കലാപം മറ്റു ജില്ലകളിലേക്കും പടരും എന്ന് ഉറപ്പാണ്. ഇനി വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിസത്തിന്റെ അന്ത്യം കുറിക്കാൻ നിലമൊരുക്കുകയാണ് ഈ നേതാക്കൾ. ഈ പുതിയ ചേരിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധികേന്ദ്രം ആരാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്നത് CPM-ന്റെ ഒരേയൊരു നേതാവായ MA ബേബിക്ക് നേരെയാണ്. പിണറായിയുടെയും ഗോവിന്ദന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് MA ബേബിയാണ് എന്നാണ് വിവരം. ബ്രാഞ്ച് തലം മുതൽ നടന്ന ചർച്ചകളിൽ പിണറായിയും ഗോവിന്ദനെയും പേരെടുത്ത് പറഞ്ഞ് അണികൾ വിമർശിച്ചതാണ്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തെറ്റുപറ്റി എന്ന് മാത്രമാണ് എഴുതി പിടിപ്പിച്ചത്. ആർക്ക് തെറ്റുപറ്റിയെന്ന് രേഖപ്പെടുത്തിയില്ല. തെറ്റ് വരുത്തിയത് ആരാണെന്ന് കണ്ടെത്തി തിരുത്തണമെന്ന വികാരമാണ് ഇപ്പോൾ ഈ പുതിയ ചേരിയെ നയിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും EP ജയരാജൻ വിട്ടുനിന്നത് ഈ പുതിയ ചേരി രൂപീകരണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പിണറായിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് തുടരാൻ താനില്ല എന്ന കൃത്യമായ സന്ദേശമാണ് EP ഇതിലൂടെ നൽകുന്നത്. പിണറായിക്കും ഗോവിന്ദനുമെതിരെ നാവെടുക്കുന്ന ഈ പുതിയ ചേരിക്ക് അടിവരയിടുന്ന സംഭവങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അധികാര ഗർവിനോട് ഇനി വിട്ടുവീഴ്ചയില്ലെന്ന പ്രഖ്യാപനമാണ് CPM നടത്തുന്നത്. ചുരുക്കത്തിൽ CPM-ന്റെ ഔദ്യോഗിക പക്ഷം ഇപ്പോൾ രണ്ടായി തന്നെ പിളർന്നിരിക്കുകയാണ്. പിണറായിക്കും ഗോവിന്ദനുമെതിരെ രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ വിമത ചേരിയുടെ യഥാർത്ഥ നേതാവ് MA ബേബി തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ CPM-ൽ വലിയൊരു രാഷ്ട്രീയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.